താങ്ക് യു രാജ. എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചകളിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് തുടർന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം തന്നെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അനേകരും ഇനിയും ചേർന്ന് വരുവാനുണ്ട് എന്ന് ഞാൻ അറിയുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട പലരും ഇന്ന് ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെയുള്ളവർ എത്രയും വേഗം ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമെന്നുള്ള പ്രത്യാശയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രാരംഭമായി ഞാൻ ഒരു വേദഭാഗം വായിക്കട്ടെ. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് അത് വിശ്വാസ്യമായ വചനമാണ് എന്ന് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരും അത് അംഗീകരിക്കുവാൻ യോഗ്യമായ വചനമാണ്. ലോകത്തിൽ അനേക വ്യക്തികളും അനേക സംഭവങ്ങളും അനേക സന്ദേശങ്ങളുമുണ്ട്. അവയിൽ ചിലതൊക്കെ വിശ്വാസ്യമാണ്, എന്നാൽ വിശ്വാസ്യമായ പലതും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനമല്ല. ഇപ്പൊ നമുക്കറിയാവുന്നൊരു കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. പൊട്ടാസ്യം സയനൈഡ് എന്ന് പറഞ്ഞ സാധനം ഒരു വലിയ വിഷമാണ്. അതാര് കഴിച്ചാലും നിമിഷങ്ങൾ കൊണ്ട് മരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതാരോട് പറഞ്ഞാലും അവർ പറയും അത് ശരിയാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ കൊള്ളാവുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം സയനൈഡ് ആരും തന്നെ അത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെയാണ് നമ്മുടെ ഒരു പരമ്പരാഗതമായ ഇന്ത്യയിലെ വിശ്വാസമാണ് അമൃതം എന്ന് പറഞ്ഞ സാധനം ഭക്ഷിച്ചാൽ യൗവനം നിർത്തുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അത് അംഗീകരിക്കാൻ യോഗ്യമായ ഒരു വചനമാണ്. കാരണം അമൃത് ഭക്ഷിച്ചാൽ യൗവനം നിലനിൽക്കും. പക്ഷേ അത് വിശ്വാസ്യമായ ഒരു വചനമല്ല. കാരണം അമൃതം എന്ന് പറയുന്ന ഒരു സാധനമില്ല, ഇതുവരെ ആരും ഭക്ഷിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പോ അംഗീകരിക്കാൻ യോഗ്യമാണ്, കിട്ടിയാൽ ഭക്ഷിച്ചാൽ യൗവനം നിലനിർത്തും എന്നുള്ളത് ശരിയാണെന്ന് തോന്നിയാലും അത് എവിടെയാണ്? അപ്പോ അത് വിശ്വാസ്യമായ ഒരു വചനമല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പല സന്ദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചിലത് വിശ്വാസ്യമാണ് പക്ഷെ അംഗീകരിപ്പാൻ യോഗ്യമല്ല, വേറെ ചിലത് അംഗീകരിപ്പാൻ യോഗ്യമാണ് പക്ഷെ വിശ്വാസ്യമല്ല. വിശ്വാസമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന വചനങ്ങളാണ്. ഹിറ്റ്ലർ എന്ന് പറഞ്ഞ മനുഷ്യൻ 65 ലക്ഷം യഹൂദന്മാരെ കൊന്നു. അത് വിശ്വാസ്യമായ ഒരു കാര്യമാണ്, ചരിത്ര സത്യമാണ്. പക്ഷെ അംഗീകരിക്കാൻ കൊള്ളാവുന്ന ഒരു സത്യമാണെന്ന് ചോദിച്ചാൽ ഒരു നിമിഷവുമല്ല. ഹിറ്റ്ലർ ഇത്രയും പേരെ കൊന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല, അത് ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ പോലും. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശത്തിന് ഈ രണ്ട് പ്രത്യേകതകളും ഒരുമിച്ചുണ്ട്. അത് ഒരേ സമയത്ത് വിശ്വാസ്യമാണ്, അതേ സമയത്ത് തന്നെ അത് എല്ലാവർക്കും അംഗീകരിക്കുവാൻ യോഗ്യമായ ഒരു വചനവുമാണ്. അത് 100% വിശ്വാസ്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ 100% അംഗീകരിക്കാൻ യോഗ്യമായ സന്ദേശമാണ്. നാം വായിച്ചതായിരിക്കുന്ന ഈ 1 തിമോത്തിയോസ് 1:15 3 അതിപ്രധാന സത്യങ്ങളെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. ആ സത്യങ്ങളെക്കുറിച്ച് ഞാൻ അല്പമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, യേശുക്രിസ്തു ലോകത്തിൽ വന്ന ഒരു യഥാർത്ഥ ചരിത്ര പുരുഷനാണ്. അതുകൊണ്ടാണ് അത് വിശ്വാസ്യമാണെന്ന് പറയുന്നത്. മറ്റനേക മതങ്ങളിലെ മതപുരുഷന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ചരിത്ര യാഥാർത്ഥ്യം ഇല്ല, അതായത് ഐതിഹ്യമാണ്. അത് അംഗീകരിപ്പാൻ യോഗ്യമാണെന്ന് തോന്നിയാൽ തന്നെയും അതിന് ഒരു വിശ്വാസ്യത കൽപ്പിക്കുവാനായിട്ട് കഴിയില്ല. ചിലതുണ്ട് അത് വിശ്വാസ്യതയുള്ളതാണ്, പക്ഷെ അംഗീകരിക്കുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന സത്യത്തിന് ഈ രണ്ട് യോഗ്യതകളും ഒരുപോലെ ഒരേ സമയത്തുണ്ട്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശം വിശ്വാസ്യമാണ് എന്ന് പറയുന്നത്? അതിനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ ആണ് എന്നുള്ളതാണ്. താനൊരു ചരിത്ര പുരുഷനാണ് എന്നുള്ളതിന്
ഉള്ള ഏറ്റവും ആധികാരികമായ തെളിവെന്ന് പറയുന്നത് ചരിത്രരേഖകളാണ്. വിശുദ്ധ ബൈബിളിലെ 4 സുവിശേഷങ്ങൾ അവ ചരിത്രരേഖകളാണ്. കർത്താവിൻ്റെ കൂടെ 3 വർഷം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മത്തായിയും യോഹന്നാനും എഴുതിയതാണ് 2 സുവിശേഷങ്ങൾ. കർത്താവിനെ നേരിൽ കാണുകയും കർത്താവിനോട് കൂടെ സഞ്ചരിക്കുകയും കർത്താവിൻ്റെ വചനം കേൾക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അവർ. യോഹന്നാനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളുടെ കണ്ണ് കണ്ടതും ചെവി കേട്ടതും ഞങ്ങളുടെ കര സ്പർശിച്ചതുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ദൃക്സാക്ഷികളാണ്. നമുക്കറിയാം, ദൃക്സാക്ഷികൾ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസ്യമാണ്. മറ്റ് 2 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് അത് മർക്കോസും ലൂക്കോസുമാണ് എഴുതിയത്. മർക്കോസിനെ കുറിച്ച് പറയുമ്പോൾ താൻ പത്രോസിന്റെ ശിഷ്യനാണ്, കൂടാതെ താൻ കർത്താവിനെ നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. മർക്കോസ് എന്നു പേരുള്ള യോഹന്നാൻ തൻ്റെ വീട്ടിൽ കർത്താവ് പാർത്തിട്ടുണ്ട്. അതിപ്രധാനമായ പല സംഭവങ്ങളും ആ ഭവനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടന്നിട്ടുള്ളത്. ആ നിലയിൽ മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ കേട്ടുകേൾവി മാത്രമുള്ള ഒരാളെ കുറിച്ചല്ല മർക്കോസ് എഴുതിയത്, തനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഒരാളെ കുറിച്ചാണ്. മർക്കോസ് കർത്താവിനെ കുറിച്ച് ഏറ്റവും അധികം ഒരു പക്ഷേ അറിയുന്നത് പത്രോസിൽ നിന്നായിരിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തെ പത്രോസിന്റെ സുവിശേഷം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം പത്രോസ് ആയിരിക്കാം ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം മർക്കോസിന് പറഞ്ഞു കൊടുത്തത്. കാരണം പത്രോസ് എല്ലാത്തിനും ദൃക്സാക്ഷിയാണല്ലോ. അതുകൊണ്ട് തന്നെ അത് വിശ്വാസ്യമാണ്, അതിൽ സംശയിക്കേണ്ട കാര്യങ്ങളില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ അന്നത്തെ കാലത്തെ പ്രശസ്തനായ ഒരു ചരിത്രകാരനാണ് അത് എഴുതിയത്, ഡോക്ടർ ലൂക്കോസ്. താൻ ഒരു ഡോക്ടറായിരുന്നു, താൻ അതേസമയം തന്നെ ഒരു ചരിത്രകാരനായിരുന്നു. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ലൂക്കോസ് യെരുശലേമിൽ ഉണ്ടായിരുന്നോ എന്ന സംശയമാണ്. കർത്താവിനെ ലൂക്കോസ് കണ്ടു കാണാൻ സാധ്യതയില്ല. താൻ അതുകൊണ്ടൊരു ഗവേഷണ ഗ്രന്ഥമായിട്ടാണ് തന്റെ സുവിശേഷം എഴുതിയത്. സുവിശേഷത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഇടയിൽ നടന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അനേകർ എഴുതുവാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ അതേക്കുറിച്ച് ആദ്യം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി അത് പരിശോധിച്ച് വിശ്വസനീയമായിരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് താൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു റിസർച്ച് ഗ്രന്ഥമായിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരിക്കുന്നത്. ഒരു പക്ഷേ കർത്താവിന്റെ അമ്മയായ മറിയമിനെ ലൂക്കോസ് പല പ്രാവശ്യം സന്ദർശിച്ച് ഇന്റർവ്യൂ ചെയ്ത് കാണും. കർത്താവിന്റെ സഹോദരന്മാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് കാണും. കർത്താവിനെ പരിചയമുണ്ട് എന്ന് പറയുന്നതായിരിക്കുന്ന 100 കണക്കിന് ആളുകളെ ലൂക്കോസ് ഇന്റർവ്യൂ ചെയ്ത് കാണും. ഇതിന്റെ എല്ലാം ഫലമായി ലൂക്കോസ് ശേഖരിച്ചതായിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതും പോരെങ്കിൽ ലൂക്കോസ് പൗലോസിന്റെ സഹപ്രവർത്തകനാണ്. പൗലോസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ലൂക്കോസ് ഗ്രഹിച്ചിട്ടുണ്ട്. കാരണം പൗലോസ് പത്രോസിനെ മുതലായിരിക്കുന്ന അപ്പോസ്തലന്മാരെ പരിചയമായി അവരിൽ നിന്ന് ഗ്രഹിച്ചത് കൂടാതെ ദൈവത്തിന്റെ വെളിപ്പാടുകൾ ധാരാളം ലഭിച്ച ഒരു വ്യക്തിയാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത് അക്കാലത്ത് ഒരുപക്ഷെ ഏറ്റവും ആദരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജഡ്ജിയോ ഗവർണറോ ആയിരുന്ന തിയോഫിലോസ് എന്ന ഒരു ആൾക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം കേട്ടതായിരിക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ലൂക്കോസ് തന്റെ സുവിശേഷം എഴുതിയത് എന്ന് ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്. എന്റെ വിചാരം ലൂക്കോസിന്റെ സുവിശേഷം ആ മനുഷ്യൻ വായിച്ചതിന്റെ ഫലമായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഞാൻ പറയുവാനുള്ളതായിരിക്കുന്ന കാരണം ലൂക്കോസ് അദ്ദേഹത്തിന്റെ 2ാമത്തെ പുസ്തകം എഴുതി. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകം. ആ പുസ്തകമാകട്ടെ സഭകളുടെ ചരിത്രമാണ്. അപ്പോൾ ക്രിസ്തീയ സഭകളുടെ ചരിത്രം അദ്ദേഹത്തിന് എഴുതുവാൻ കാരണം അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ സഭകളെക്കുറിച്ച് അറിയുവാനുള്ളതായിരിക്കുന്ന താല്പര്യം അദ്ദേഹത്തിന് ന്യായമായി ഉണ്ടായിക്കാണും. ക്രിസ്തുവിന്റെ സന്ദേശം എവിടെയൊക്കെ പ്രസംഗിക്കപ്പെട്ടു, ആളുകൾ എങ്ങനെ സ്വീകരിക്കപ്പെട്ടു, പ്രസംഗിക്കപ്പെട്ട സ്ഥലങ്ങളിൽ എങ്ങനെയാണ് സഭകൾ ഉണ്ടായത്, ആ സഭകൾ എങ്ങനെയാണ് ഭരിക്കപ്പെട്ടത്,
ആ സഭയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുവാൻ ആ മനുഷ്യന് തീർച്ചയായും ജിജ്ഞാസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലൂക്കോസ് തൻ്റെ രണ്ടാമത്തെ പുസ്തകമായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും അദ്ദേഹത്തിന് തന്നെ എഴുതി സമർപ്പിക്കുകയാണ് ചെയ്തത്. തിയോഫിലോസ് ലൂക്കോസ് എഴുതി നൽകിയതായിരിക്കുന്ന ഈ രണ്ട് പുസ്തകങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും കർത്താവിൻ്റെ സഭയെക്കുറിച്ചും ആധികാരികമായി പല കാര്യങ്ങളും ഗ്രഹിച്ചു എന്നതിന് സംശയമില്ല. അപ്പൊ ലൂക്കോസ് എഴുതിയ ഒരു ചരിത്രരേഖയാണ്. പലരും അതിനെ പൗലോസിന്റെ സുവിശേഷം എന്ന് വിളിക്കാറുണ്ട്. കാരണം പൗലോസിനോടുകൂടെ ഒരു സഹപ്രവർത്തകനായിരുന്നു ലൂക്കോസ് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും പൗലോസ് നൽകിയതായിരിക്കുന്ന പല ഇൻസൈറ്റുകളും ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ 4 സുവിശേഷങ്ങളാണ്. ആ സുവിശേഷങ്ങൾ കർത്താവിനെ പരിചയമുള്ളതും കർത്താവിനെ കുറിച്ച് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയതുമായിരിക്കുന്ന 4 ആളുകളാണ് എഴുതിയത്. അവർ 2 പേര് കർത്താവിനോട് കൂടെ നടന്നവരും ജീവിച്ചവരുമാണ്. മറ്റേ 2 പേരിൽ ഒരാൾ മർക്കോസ്, കർത്താവിനെ കണ്ടിട്ടുള്ളയാളും കേട്ടിട്ടുള്ളയാളും കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന പത്രോസിന്റെ അരുമ ശിഷ്യനുമായിരുന്നു. ലൂക്കോസ് ആകട്ടെ ഗവേഷണം ചെയ്ത് ചരിത്ര സത്യങ്ങള് ക്രമമായി തൻ്റെ സുവിശേഷത്തിൽ നമുക്ക് എഴുതി നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ സുവിശേഷം രേഖകൾ വിശ്വസനീയമായ രേഖകളാണ്. അവയെ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അവയെ ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന സുവിശേഷം വിശ്വാസ്യമാണ് എന്ന് ഞാൻ പറയേണ്ടത്. അതൊരു ഐതിഹ്യമല്ല, ഒരു കെട്ടുകഥയല്ല. അത് യെരുശലേമിൽ നടന്നതായിരിക്കുന്ന ചരിത്ര സംഭവങ്ങളാണ്. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന് മനുഷ്യർക്കിടയിൽ 3.5 വർഷങ്ങൾ ജീവിച്ചു. 33 വർഷങ്ങൾ ജീവിച്ചു. അതിൽ 3 വർഷങ്ങൾ പരസ്യ ശുശ്രൂഷ കാലങ്ങളായി മനുഷ്യരോട് കൂടെ ജീവിക്കുകയും പെരുമാറുകയും ചെയ്തു. അതുകൊണ്ട് സുവിശേഷങ്ങളിൽ വിവരിച്ചിട്ടുള്ള വസ്തുതകൾ സുവിശേഷങ്ങളിൽ മാത്രമല്ല ഉള്ളത്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, അതൊക്കെ നിങ്ങളുടെ മതഗ്രന്ഥത്തിലുള്ളതല്ലേ, അതൊക്കെ ഞങ്ങൾക്ക് അംഗീകാരമല്ല. ആകട്ടെ മതഗ്രന്ഥത്തിന് പുറത്ത് മതേതര ഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് സത്യസന്ധമായി പറയുവാൻ കഴിയുന്നത്, നിരവധി മതേതര ഗ്രന്ഥങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിശദമായി ഇവിടെ പറയുവാനുള്ളതായിരിക്കുന്ന സമയമില്ല. ആവശ്യമെങ്കിൽ മറ്റൊരവസരത്തിൽ അതേക്കുറിച്ച് പറയുന്നതാണ്. എങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ടാസിറ്റസ് എന്ന റോമൻ ചരിത്രകാരൻ AD 50 മുതൽ 120 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അനാൽസ് എന്ന ഗ്രന്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ പൗരാണിക റോമിന്റെ അതിശ്രേഷ്ഠ ചരിത്രകാരൻ എന്നാണ് ആളുകൾ വിളിച്ചിട്ടുള്ളത്. വളരെ വിശ്വസനീയമായി കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രകാരനായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ അനാൽസ് എന്ന് പറയുന്നതായിരിക്കുന്ന രേഖയിൽ അദ്ദേഹം ക്രിസ്ത്യാനികൾ എന്ന പേര് എങ്ങനെയുണ്ടായി എന്നും പൊന്തിയോസ് പിലാത്തോസിന്റെ കയ്യാൽ ക്രൂശിക്കപ്പെട്ടു എന്നും അത് നടക്കുന്ന ടൈബീരിയസ് ചക്രവർത്തിയുടെ കാലത്താണ് എന്നും ഒക്കെ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈബീരിയസ് ജീവിച്ചിരുന്നത് AD 14 മുതൽ 37 വരെയാണ്. അപ്പോ ഈ ചരിത്ര സത്യങ്ങള് റോമിൽ വരെ പ്രചരിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുമാർഗം റോമിലെത്തി. കൈസറുടെ അരമനയിൽ പോലുമുള്ള അനേക ആളുകൾ ക്രിസ്തുമാർഗം സ്വീകരിക്കുവാനായിട്ടിടയായി. വളരെ കുപ്രസിദ്ധമായിരിക്കുന്ന റോമിന്റെ തീവെപ്പ്, ബേണിംഗ് ഓഫ് റോം, നീറോ ചക്രവർത്തിയാണ് നടത്തിയിട്ടുള്ളത് എന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാൽ നീറോ ആണ് ചെയ്തത് എന്ന സത്യം റോമക്കാർ അറിഞ്ഞു. പക്ഷേ അതിനെ തടയുവാനും അതുപോലെ ആ ന്യൂസ് ആളുകൾ വിശ്വസിച്ചാൽ നീറോ ചക്രവർത്തിയുടെ സ്ഥാനം തന്നെ പോകും എന്നുള്ളത് കൊണ്ട് അതിന്റെ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെക്കുവാനാണ് നീറോ ശ്രമിച്ചത്. അതിനെ കരുവായിട്ടെടുത്തത് പത്രോസിനെയും പൗലോസിനെയുമാണ്. ഈ 2 ക്രിസ്തു ശിഷ്യന്മാര് റോമിലുള്ള ക്രിസ്ത്യാനികളെ പ്രലോഭിപ്പിച്ച് അവരാണ് റോമിൽ തീ വെച്ചത്.
എന്ന ഒരു വ്യാജ സന്ദേശം പടർത്തുകയും അതിന്റെ ഫലമായി പത്രോസിനെയും പൗലോസിനെയും റോമിൽ വധിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അവിടെ ഒരു സത്യമെന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളാണ് റോമിന് തീ വെച്ചത് എന്ന് നീറോ പറഞ്ഞപ്പോ ക്രിസ്തുമാർഗത്തെക്കുറിച്ച് റോമിൽ വരെ അറിവുണ്ടായി. യേശുക്രിസ്തു എന്നയാള് ഏതെങ്കിലും കഥാപുസ്തകങ്ങളിൽ ആരെങ്കിലും സൃഷ്ടിച്ച ഒരു കഥാപാത്രമല്ല, ഒരു ചരിത്ര വ്യക്തിയാണ് എന്ന സത്യമാണ് നീറോ പോലും ഏറ്റുപറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഒക്കെ റോമിന്റെ ഔദ്യോഗിക രേഖയിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ടാസിറ്റസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആളിന് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയത് എന്ന് വിശ്വപ്രസിദ്ധനായ എഫ് ബ്രൂസ് എന്ന പണ്ഡിതൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ ശരിയാണ്. രണ്ടാമത് ബൈബിളിന്റെ പുറത്തുള്ളതായിരിക്കുന്ന മതേതര രേഖ എന്ന് പറയുന്നത് പ്ലീനി എന്ന ആളിന്റെ രേഖകളാണ്. പ്ലീനി ബിഥിനിയ എന്ന് പറയുന്ന റോമൻ പ്രോവിൻസിന്റെ ഗവർണറായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിന് പിൻപ് 112 ട്രാജൻ ചക്രവർത്തിക്ക് എഴുതിയതായിരിക്കുന്ന ഒരു കത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കണമെന്ന് ട്രാജൻ ചക്രവർത്തി പ്ലീനിക്ക് കൽപ്പന കൊടുത്തു. അപ്പൊ പ്ലീനി ഒരു വിശദീകരണം എന്ന നിലയിൽ അവർ ചെയ്ത കുറ്റം എന്താണ്, എന്തിനു വേണ്ടിയാണ് അവരെ കൊന്നൊടുക്കേണ്ടത് എന്ന് രാജാവ് ചക്രവർത്തിക്ക് എഴുതി ചോദിച്ചു. ആ എഴുതിയതായിരിക്കുന്ന എഴുത്തിൽ ക്രിസ്ത്യാനികൾ ആരാണ്, അവർ എങ്ങനെയുണ്ടായി, അവരെന്താണ് ചെയ്യുന്നത് എന്നിത്യാദി കാര്യങ്ങൾ പ്ലീനി ചക്രവർത്തിക്ക് എഴുതി. അതൊക്കെ ഇന്ന് രേഖകളാണ്. ക്രിസ്തു എന്ന ഒരാളിന്റെ അനുയായികളാണ് ക്രിസ്ത്യാനികളെന്നും അവരൊരു പ്രത്യേക ദിവസം, അതായത് ഞായറാഴ്ച രാവിലെ അവരെല്ലാം കൂടി വന്ന് പാട്ടുകൾ പാടുകയും ക്രിസ്തുവിനെ ഒരു ദൈവമായി അംഗീകരിച്ചുകൊണ്ട് തന്നോട് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊഴികെ അവരുടെ മേൽ യാതൊരു വിധമായിരിക്കുന്ന കുറ്റങ്ങളും കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവർ ചെയ്യുന്ന ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അവരെ എല്ലാവരെയും കൊന്നുകളയേണ്ടത് എന്ന് പ്ലീനി ചക്രവർത്തിക്ക് എഴുതി ചോദിക്കുകയുണ്ടായി. അപ്പൊ അതൊക്കെ ചരിത്ര രേഖകളാണ്. ക്രിസ്തു ഉണ്ടായിരുന്നുവെന്നും ക്രിസ്തുവിന്റെ അനുയായികളാണ് ക്രിസ്ത്യാനികളെന്നും അവർ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നുവെന്നും ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിന് വേണ്ടി പാടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതായിരിക്കുന്ന സത്യങ്ങളൊക്കെ ബൈബിളിന് പുറത്തു തന്നെയുള്ള സത്യങ്ങളാണ്. മൂന്നാമതായത് സൂട്ടോണിയസ് എന്ന റോമൻ ചരിത്രകാരൻ, ഇദ്ദേഹം ഹേഡിയൻ ചക്രവർത്തിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പല കാര്യങ്ങളെ തൻ്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ റോമിലെ ആർക്കൈവ്സിൽ ഇന്നും ലഭ്യമായിരിക്കുന്ന ചരിത്ര രേഖകളാണ്. ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ, അദ്ദേഹം AD 35 പാലസ്തീനിൽ ജനിച്ചയാളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം 30-ലായിരുന്നെങ്കിൽ കർത്താവ് മരിച്ച് ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ ജനിച്ചത്. ക്രിസ്തുവിനെ പറ്റിയുള്ളതായിരിക്കുന്ന വാർത്തകൾ വളരെ ചൂടായിട്ട് പ്രചരിക്കുന്ന ഒരു കാലത്താണ് ജോസീഫസ് ജനിച്ചതും വളർന്നതും. ധാരാളം യഹൂദന്മാർ ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന കഥ കണ്ട ഒരു മനുഷ്യനാണ് ഈ ജോസീഫസ്. താന് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ക്രിസ്തുമാർഗത്തെ ഒരു വിധത്തിലും അംഗീകരിക്കുന്ന ഒരാളായിരുന്നില്ല. എന്നാൽ സത്യസന്ധനായ ഒരു ചരിത്രകാരനായിരുന്നു. റോമിന്റെ ചരിത്രകാരനാണ് അദ്ദേഹം. അദ്ദേഹം കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. യേശുവിനെ ദൈവമായിട്ടൊന്നും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല, പക്ഷേ യാക്കോബിന്റെ സഹോദരനായിരുന്നുവെന്നും യേശു അതിശയങ്ങൾ ചെയ്തിരുന്നുവെന്നും യേശുവിനെ പീലാത്തോസിന്റെ കയ്യാൽ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന സത്യങ്ങളെല്ലാം അറിയുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തതായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ജോസീഫസ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തെ നിരാകരിക്കേണ്ടതായിരിക്കുന്ന യാതൊരു കാര്യവുമില്ല. ഇവരെ കൂടാതെ നിരവധി ആളുകളും രേഖകളും യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ലഭ്യമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്ര യാഥാർത്ഥ്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവെന്ന് ഞാൻ പറയട്ടെ, അത് ക്രിസ്തുമതത്തിന്റെ ലോകമെങ്ങുമുള്ള വളർച്ചയാണ്. എങ്ങനെ ക്രിസ്തുമതം ലോകമെങ്ങും വ്യാപിച്ചു? പാലസ്തീനിൽ ആരംഭിച്ച ആർക്കും അറിയാത്തതായിരിക്കുന്ന, അവിടെ യാതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ലാതെ, യാതൊരു പട്ടാളത്തെയും കൂടാതെ, പണമില്ലാതെ, ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ലാത്ത,
ഒരു തച്ചന്റെ മകനായ ഒരു തച്ചൻ എന്നറിയപ്പെട്ടതായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞതായിരിക്കുന്ന ഈ മനുഷ്യൻ താനെ ആളുകളെ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. പക്ഷേ അവസാനം തന്നെ ആളുകൾ ക്രൂശിച്ചു, തന്നെ അടക്കി, തന്റെ കല്ലറയും മുദ്ര വെച്ചു. പക്ഷെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന സന്ദേശം റോമിലെത്തിയെന്ന് മാത്രമല്ല, റോമാ സാമ്രാജ്യം മുഴുവനും വ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് എന്ന ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. ഒരു പട്ടാളത്തെ കൂടാതെ, ഒരു യുദ്ധം പോലും ചെയ്യാതെ, ഒരു മനുഷ്യനെ പോലും കൊല്ലാതെ ഒരു പ്രസ്ഥാനം റോമാ സാമ്രാജ്യം മുഴുവനും വ്യാപിപ്പിക്കുവാൻ, വിജയകരമായി ഇതിനെ വളർത്തുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ളതായിരിക്കുന്ന ചരിത്ര പുരുഷൻ യേശു ക്രിസ്തുവാണ്. ആ ചരിത്ര പുരുഷൻ സാക്ഷാൽ ദൈവമാണ്. ദൈവം മനുഷ്യനായി തീർന്നവനാണ്. മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ്. മരിച്ചു എന്ന് മാത്രമല്ല, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ കുറിച്ചുള്ള സന്ദേശവും ക്രിസ്തുവിന്റെ ഉയർപ്പും ശക്തിയും ഒക്കെയാണ് ഈ മനുഷ്യൻ, ഈ വ്യക്തി സ്ഥാപിച്ചതായിരിക്കുന്ന മാർഗം ലോകമെങ്ങും വ്യാപിക്കുവാൻ ഇടയായത്. അത് വലിയൊരു തെളിവാണ്. അനേക ചക്രവർത്തിമാരെ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതായിരിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ മാർഗങ്ങളെ സ്ഥാപിക്കുവാനായിട്ട് കഴിയില്ല. നെപ്പോളിയൻ ഒരിക്കൽ പറഞ്ഞു, താനും അലക്സാണ്ടർ ചക്രവർത്തിയും അതുപോലെയുള്ള അനേക ചക്രവർത്തിമാരുടെ പേര് പറഞ്ഞു, ഞങ്ങളൊക്കെ വാളിന്റെ ശക്തി കൊണ്ട് ലോകത്തെ പിടിച്ചടക്കി ഞങ്ങൾ പ്രസ്ഥാനം സ്ഥാപിച്ചപ്പോ നസ്രായനായ യേശു എന്ന് പറഞ്ഞതായിരിക്കുന്ന ആള് തന്റെ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കി എന്ന് പറഞ്ഞു. അത് ശരിയാണ്. സ്നേഹത്തിന്റെ സന്ദേശം മാത്രമാണ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത്. യേശുക്രിസ്തു വിശ്വസിക്കാത്ത ഒരാളെയും ഞങ്ങൾ കൊന്നുകളയുമെന്നോ ഒരു ഭീഷണിയൊന്നും അവർ എടുത്തിയില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു കാലുവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു, അവനിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്നുള്ള ലളിതമായിരിക്കുന്ന സുവിശേഷമാണ് അവർ പ്രസംഗിച്ചത്. ആ സുവിശേഷം വിശ്വസിച്ചാണ് റോമാ സാമ്രാജ്യം മുഴുവനും ക്രിസ്തുമതം വ്യാപിച്ചത്. ഇനി അത് മാത്രമല്ല, ക്രിസ്തുമതത്തെ എതിർത്തതായിരിക്കുന്ന ചക്രവർത്തിമാര് 3-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രൂശിന്റെ മുൻപിൽ മുട്ടുകുത്തി ക്രൂശിനെ തന്റെ സാമ്രാജ്യത്തിന്റെ അടയാളമായിട്ട് അംഗീകരിച്ചു. ഈ നസ്രായനായ യേശുവിനെ അദ്ദേഹത്തിന് അംഗീകരിക്കുവാൻ എന്താവശ്യമാണ്? പക്ഷേ അത് സംഭവിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രൂശിന്റെ ശക്തി കോൺസ്റ്റന്റൈന്റെ വാളിനുണ്ടായിരുന്നില്ല. കോൺസ്റ്റന്റൈന്റെ പട്ടാളത്തിന് ക്രൂശ് കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത്രയും ആളുകളെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ വളർച്ച, കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ഒരു കെട്ടുകേൾവി കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാനായിട്ട് കഴിയുന്നതല്ല. എത്രയെത്ര ഇതിഹാസങ്ങൾ ലോകത്തുണ്ട്, ഇതിഹാസ പുരുഷന്മാരുണ്ട്. പക്ഷെ അവർക്കാർക്കും കഴിയാഞ്ഞതാണ് കർത്താവായ യേശു ക്രിസ്തു. അതും ക്രൂശിക്കപ്പെട്ട ഒരാളാണ്. ക്രൂശിക്കപ്പെട്ടിട്ട് അടക്കപ്പെട്ട തന്റെ കല്ലറ മുദ്ര വയ്ക്കപ്പെട്ട ആളുകൾപ്പെട്ട ഒരാളാണ്. എന്നിട്ടും തന്റെ സന്ദേശം ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്ന് പറയുമ്പോൾ ആ സന്ദേശത്തിന്റെ പുറകിൽ ഒരു വലിയ ചരിത്ര യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി ക്രിസ്തു മതത്തിന്റെ വേറെ വലിയൊരു തെളിവ്, ക്രിസ്തു മതത്തെ ഏറ്റവും അധികം വെറുക്കുകയും ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്ന തർശോസുകാരനായ ശൗൽ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരാൾ താൻ ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ വക്താവായി തീർന്നു, പ്രചാരകനായി തീർന്നു, ക്രിസ്തുവിന്റെ അരുമ ശിഷ്യനായി തീർന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ദമസ്കോസ് എന്ന പട്ടണത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി യെരുശലേമിൽ കൊണ്ടുവന്ന് അവരെ ഒരുപക്ഷെ ഹിംസിക്കുവാൻ, കൊല്ലുവാനായിട്ട് പോയതായിരിക്കുന്ന മനുഷ്യനാണ് ഈ തർശോസുകാരനായ ശൗല്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അദ്ദേഹം ക്രിസ്ത്യാനിയായി മാറി എന്ന് പറഞ്ഞാൽ തന്നോട് ആര് പ്രസംഗിച്ചു? ആരും പ്രസംഗിച്ചില്ല. പിന്നെ എങ്ങനെയാണ് താനായത്? ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നും തന്നോട് പ്രസംഗിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു ചോദിച്ചപ്പോ നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണെന്ന് പറഞ്ഞു. സ്തേഫാനോസ് എന്ന് പറഞ്ഞ രക്തസാക്ഷി പ്രസംഗിക്കുന്നത് പൗലോസ് കേട്ടതാണ്.
നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവനെ കർത്താവും ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന സന്ദേശം ഈ പൗലോസ് കേട്ടതാണ്. അപ്പോൾ ഞാൻ നസ്രായനായ യേശുവാണെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോ സ്തെഫാനോസ് പ്രസംഗിച്ചതായിരിക്കുന്ന യേശു സാക്ഷാൽ ചരിത്ര പുരുഷനാണ്. നസ്രയത്തുകാരനായ മനുഷ്യൻ വെറും മനുഷ്യനായിരുന്നില്ല, സാക്ഷാൽ ദൈവമായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ തർശൂസുകാരനായ ശൗലിന് മുട്ടുകുത്തേണ്ടതായി വന്നു. 2 ചോദ്യം ഏതാണ്ട് പൗലോസ് ചോദിച്ചുള്ളൂ. നീ ആരാണെന്ന് ഉത്തരം കിട്ടി, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. രണ്ടാമത് ചോദ്യം ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. എഴുന്നേൽക്കുക, ദമസ്കോസിലേക്ക് പോവുക, നീ എൻ്റെ സാക്ഷിയായി ലോകം മുഴുവനും പോകേണ്ടവനാണ്. ഞാൻ നിന്നോട് അക്കാര്യം പറയുവാനായിട്ട് അനന്യാസ് എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ വന്ന കാര്യങ്ങൾ നിന്നോട് പറയുന്നതാണ്. അനന്യാസ് എന്നോ പൗലോസിനെ സ്നാനപ്പെടുത്തി, പൗലോസിനെ കൈവച്ചു, അവന് സൗഖ്യം കിട്ടി. 3 ദിവസം അന്ധനായി കഴിഞ്ഞതായിരിക്കുന്ന പൗലോസിന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ ഒന്ന് താഴെ വീഴുകയും താനെ കാണുവാൻ കാഴ്ചയുള്ളവനായിട്ട് തീരുകയും ചെയ്തു. ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറയുവാൻ ധൈര്യം കാണിക്കുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എങ്ങനെയാ ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച സന്ദേശം വിശ്വാസ്യമാണ്. കാരണം അത് സത്യസന്ധമാണ്. ഈ ക്രിസ്തുവിന്റെ സന്ദേശം കെട്ടുകഥയല്ല, അത് ചരിത്ര സത്യമാണ്. ഇത് നിഷേധിക്കുന്ന ആളുകളെ ബുദ്ധിപരമായ അവിശ്വസ്ത കാണിക്കുന്ന ആളുകളാണ്. ഇരുട്ടാക്കിയാൽ ഞാൻ പറയാം, ആ ഇരുട്ട് കണ്ണടച്ചവന് മാത്രമേ ഉള്ളൂ, ലോകം മുഴുവൻ ഇരുട്ടാവില്ല. അവൻ വിചാരിക്കുന്ന അവൻ കണ്ണടച്ചപ്പോൾ ലോകം മുഴുവൻ ഇരുട്ടായി എന്നാണ്. ഇന്നും ആളുകൾ ക്രിസ്തുവിന് നേരെ കണ്ണടച്ച് ക്രിസ്തു യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്നെങ്കിൽ ആ ഇരുട്ട് കണ്ണടച്ചവരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ലോകത്തെ ബാധിക്കുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തിൽ, ഞാനിത് പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ 100 കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങളൊരു കെട്ടുകഥ പ്രസംഗിക്കുന്നവരല്ല, ഞങ്ങളൊരു ഐതിഹ്യം പ്രസംഗിക്കുന്നവരല്ല. ലോകത്തിലെ ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്. അവർ ചരിത്ര പുരുഷനാണ്. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, അവന്റെ സന്ദേശം എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ സന്ദേശമാണെന്ന്. അത് വിശ്വാസ്യമായ സന്ദേശമാകിയാൽ അത് അംഗീകാരയോഗ്യമായ സന്ദേശമാണ്. വ്യാജമായിരുന്നെങ്കിൽ വിശ്വസിക്കുവാൻ യോഗ്യമല്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ സന്ദേശം എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ സന്ദേശമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം വിശ്വസനീയമാകിയാൽ അത് അംഗീകരിപ്പാൻ ആരും മടിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. അതേവർക്കും വിശ്വാസ്യമായിരിക്കുന്ന ഒരു വചനമാണ്. എന്തുകൊണ്ട് എല്ലാവർക്കും അംഗീകാരയോഗ്യമാണെന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പാപിയല്ലാതെ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് പാപികളെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു വന്നു എന്നുള്ളത് എല്ലാ പാപികളും അംഗീകരിക്കുവാൻ യോഗ്യമായ ഒരു വചനമാണ്. ഞാൻ നീതിമാന്മാരെയല്ല, അതെ പാപികളെ എത്ര രക്ഷിപ്പാൻ തേടി വന്നതെന്ന് കർത്താവ് പറഞ്ഞു. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. കർത്താവ് വന്നത് പാപികളായ മനുഷ്യരെ രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപികളാകിയാൽ അവരെ രക്ഷിക്കുവാനായി വന്ന യേശുവിന്റെ സന്ദേശം എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപികളാണ്. പാപിയല്ലാതെ ഒരു മനുഷ്യൻ പോലുമില്ല. ക്ഷയരോഗികൾക്ക് വേണ്ടി ഫലപ്രദമായ ഒരു ഔഷധം കണ്ടുപിടിച്ചാൽ അത് എല്ലാ ക്ഷയരോഗികൾക്കും അംഗീകരിക്കുവാൻ യോഗ്യമായ ഒരു മരുന്നാണ്. എന്ന് പറഞ്ഞ പോലെ പാപികളായ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഒരു രക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതൊരു ചരിത്ര യാഥാർത്ഥ്യമാകിയാൽ ആ രക്ഷകനെ അംഗീകരിക്കുവാൻ എല്ലാവർക്കും കടപ്പാടുണ്ട്. അതെല്ലാവർക്കും യോഗ്യമായ ഒരു കാര്യവുമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അങ്ങനെ രക്ഷിതാവായി ആളുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് ലോകം മുഴുവനും ക്രിസ്തുമാർഗം വ്യാപിക്കുവാനായിട്ടിടയായി. ക്രിസ്ത്യാനികളുടെ മക്കളായി ജനിച്ച് ക്രിസ്ത്യാനികളാകുന്നവർ ഇപ്പോഴാണ്. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയുള്ള ആരും ഉണ്ടായിരുന്നില്ല. കർത്താവിന്റെ 12 ശിഷ്യന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോയി. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു.
ലോകത്തിന്റെ പാപത്തിനു വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാടായി യാഗമായി തീർന്നു. യേശുക്രിസ്തു മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ദൈവം ദാനമായി നൽകുന്നു. ഈ സന്ദേശം പ്രസംഗിച്ചപ്പോൾ പാപികളാണെന്ന് ബോധ്യമായ എല്ലാവരും വന്ന് ചൂടുള്ള അപ്പം പോലെ ആ സന്ദേശത്തെ സ്വീകരിച്ചു. കാരണം അവർക്ക് രക്ഷപ്രാപിപ്പാൻ വേറെ മാർഗമില്ല. ദൈവബോധമുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും രക്ഷപ്രാപിക്കണമെന്നുള്ളത്. കാരണം രക്ഷപ്രാപിച്ചില്ലെങ്കിൽ മരിച്ചാൽ നിത്യമായ നരകത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം എല്ലാവർക്കും സ്വീകരിക്കുവാൻ യോഗ്യമായിരിക്കുന്ന ഒരു സന്ദേശമാണ്. ലോകത്തിലുള്ള ഒരു മനുഷ്യന് പോലും സ്വയം രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആൾക്ക് യേശുവിനെ ആവശ്യമില്ല. യഹൂദനെന്നോ യവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇങ്ങനെയുള്ള യാതൊരു വിധമായിരിക്കുന്ന വ്യത്യാസങ്ങൾക്കും കൂടാതെ മനുഷ്യനാണെങ്കിൽ അവൻ പാപിയാണ്, അവൻ രക്ഷകനെ ആവശ്യമാണ്. ഒരു രക്ഷകനെ ഉള്ളൂ, യേശുക്രിസ്തുവാണ്. ആ രക്ഷകനെ വേണ്ടാത്ത സുബോധമുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാകുവാനായിട്ട് സാധ്യമല്ല. ക്രിസ്തുവിനെ നിഷേധിച്ച സമൂഹങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ നോക്ക്, അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവരെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ലോകമെങ്ങും പോയി സകല ജാതികളോടും ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കണമെന്നാണ് കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ചത്. ഇക്കാരണത്താലാണ് ലോകത്തിന്റെ എല്ലാ വൻകരകളിലും പോയി, വൻകരകളിൽ മാത്രമല്ല ദ്വീപുകളിലും മറ്റെല്ലായിടത്തും എന്തിനു പറയുന്നു, സംസ്കാരം കടന്നു ചെല്ലാത്തതായിരിക്കുന്ന വനാന്തരങ്ങളിൽ പോലും സുവിശേഷം കടന്നു ചെന്നു എന്നുള്ളത് അതിശയകരമല്ലേ? മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ് ക്രിസ്തുവിൻ്റെത്. നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്ന സന്ദേശമാണ് ക്രിസ്തുവിന്റെ സന്ദേശം. കർത്താവിന്റെ കാലത്ത് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതായിരിക്കുന്ന ആളുകളെ നോക്കൂ, അവരുടെയൊക്കെ ജീവിതം എന്തോ രൂപാന്തരപ്പെട്ടു. അനേക പുരുഷന്മാരോട് ജീവിച്ച ശബരിക്കാരത്തി സ്ത്രീ, അവൾക്ക് എന്തോ ഒരു വ്യത്യാസമാണ് വന്നത്. ക്രിസ്തു സന്ദേശത്തിന്റെ ശബരിയിലെ ആദ്യത്തെ സുവിശേഷകയായ സ്ത്രീ മാറുകയാണ് ഉണ്ടായത്. 7 ഭൂതങ്ങൾ ബാധിച്ച മഗ്ദലക്കാരത്തി മറിയെ നോക്കൂ, എത്ര സുബോധമുള്ളവളായി അവൾ യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യയായിട്ട് തീർന്നു. പിടിച്ചുപറിക്കാരനായ സക്കായിക്ക് എന്ത് വ്യത്യാസമാണ് വന്നത്? തന്റെ സ്വത്തിന്റെ പകുതി പാവപ്പെട്ടവർക്ക് വേണ്ടി ആരും പറയാതെ കൊടുക്കുവാനുള്ളതായിരിക്കുന്ന മനസ്സ് എനിക്കുണ്ടായി. ദ്രവ്യാഗ്രഹിയായ സക്കായിയുടെ മനസ്സ് രൂപാന്തരപ്പെട്ടു. പണത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുവാനിടയായി. കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരിൽ ഒരുവൻ കർത്താവിനെ ഏറ്റു പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് അവന് നിത്യജീവൻ അന്ന് തന്നെ കൊടുത്തു. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിരിക്കും. തർശോസുകാരനായ ശൗൽ, ക്രിസ്ത്യാനികളെ കൊന്നുപിടിച്ചവൻ, ക്രിസ്തുമതത്തിന്റെ പ്രചാരകനായി മാറി. ചരിത്രം തന്നെ നോക്കിയാൽ അങ്ങനെ കാണാം. അടിമക്കച്ചവടക്കാരനായിരുന്ന ജോൺ ന്യൂട്ടൺ എന്തോ ഒരു അടിമകളെ ആഫ്രിക്കയിൽ നിന്നും തന്റെ കപ്പലിൽ കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിലും മറ്റും ഇറക്കി അവരെ കച്ചവടം ചെയ്യുമായിരുന്നു. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹം പാടി, അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ. എന്നെ പോലെയുള്ള ഒരു നീതിനെ രക്ഷിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് അദ്ദേഹം പാടി. എൻ്റെ പ്രിയമുള്ളവരെ, സുവിശേഷം ഒരു മനുഷ്യനിലേക്ക് വരുമ്പോൾ അവന് വരുന്ന രൂപാന്തരം ഏറ്റവും വലിയ രൂപാന്തരമാണ്. സുവിശേഷത്തിന്റെ ശക്തി സമൂഹങ്ങളെ ഇന്നും രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ലോകത്ത് ശിശുവിവാഹമില്ല. എന്തുകൊണ്ട്? അയിത്തം ഇന്ന് ലോകത്ത് ആരും അംഗീകരിക്കുന്നില്ല. കാരണം ശബരിക്കാരെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല, യവനെന്നോ വ്യത്യാസമില്ല, കുഷ്ഠരോഗിയെന്നോ കൊട്ടാരത്തിൽ വസിക്കുന്നവനെന്നോ വ്യത്യാസമില്ല. കർത്താവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ എല്ലാവരും ഒന്നാണ്. ക്രിസ്തുവിൽ വ്യത്യാസമില്ലെന്നാണ്. നരബലി ഇന്ന് ലോകത്ത് നിഷേധിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചില സംഭവങ്ങൾ നടക്കുന്നുള്ള ശരിയാണെങ്കിലും നരബലി നിഷേധിച്ചു. അടിമത്തം തുടച്ചു നീക്കി, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു.
ജനാധിപത്യം വന്നത്? ക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും തുല്യരാണ്. ഒരു വോട്ടേ ഉള്ളൂ. യെരുശലേമിലെ സഭയിലാണ് ആദ്യമായി ഒരുപക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്, ഡീക്കന്മാരെ, ശുശ്രൂഷകന്മാരെ തെരഞ്ഞെടുക്കുവാനായി. ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ആരംഭം കുറിച്ചതും ക്രിസ്തുമതത്തിന്റെ സന്ദേശമാണ്. അപ്പൊ ഈ സുവിശേഷം വേണ്ട എന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ ആ മനുഷ്യനെ കാണുന്നത് സുബോധം നഷ്ടപ്പെട്ട ഒരാളായിട്ടാണ്. കാരണം സുവിശേഷം വേണ്ട എന്ന് പറയുവാൻ സുബോധമുള്ള ഒരാൾക്ക് എങ്ങനെ കഴിയും? വായിച്ച വേദഭാഗത്തെ കാണുന്ന മൂന്നാമത്തെ സത്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ അവതാര ലക്ഷ്യം പാപികളെ രക്ഷിക്കുക എന്നതായിരുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അത് ചരിത്ര സംഭവമാണ്. അത് വിശ്വാസ്യമാണ്, എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമാണ്. നല്ലവരെ രക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരോഗ്യമുള്ളവർക്ക് എന്തിനാണ് ഡോക്ടർ? കർത്താവ് പറഞ്ഞ നീതിമാന്മാരെ അല്ല പാപികളെ വിളിപ്പാൻ വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു. പാപിയെ രക്ഷിക്കുവാനാണ് കർത്താവ് വന്നത്. ദൈവത്തെ തള്ളിക്കളഞ്ഞ്, ദൈവത്തെ നിഷേധിച്ച്, ദൈവത്തിന്റെ പ്രമാണങ്ങളെ പാടെ നിഷേധിച്ച് തോന്നിയാസം ജീവിക്കുന്ന പാപികളെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടെന്ന് നല്ലവരും നീതിമാന്മാരും ആക്കുവാൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശ്യം. അതിന് ദൈവം ഒരു മനുഷ്യനായി വരേണ്ടത് ആവശ്യമായിരുന്നു. പാപിയെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരാൾ വന്ന് മരിക്കേണ്ടത് ആവശ്യമായി വന്നു. ലോകത്തിന്റെ പാപം സ്വയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ലോകത്തിലുള്ള സകല മനുഷ്യരുടെ മൂല്യത്തെക്കാൾ മൂല്യമുള്ള ഒരാള് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരേണ്ടത് ആവശ്യമായിരുന്നു. സൃഷ്ടിയെ രക്ഷിക്കുവാൻ സൃഷ്ടാവ് തന്നെ മനുഷ്യനായി വരേണ്ടത് ആവശ്യമായിരുന്നു. പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത ഒരാൾ പാപത്തെ തോൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. മരണത്തിൽ നിന്നും പാപിയെ രക്ഷിക്കണമെങ്കിൽ മരണത്തെ പരാജയപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. ദൈവമായ ഒരു പാപിയെ നിരപ്പ് പ്രാപിക്കുവാൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് ഒരാൾ വരേണ്ടത് ആവശ്യമായിരുന്നു. പാപപരിഹാരം വരുത്തുവാൻ ദൈവത്തിന് മഹാപുരോഹിതനായ ഒരാൾ വന്ന് പാപിയാകും കാൽവരിലെ കുറിച്ച് നിവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു മധ്യസ്ഥൻ ആവശ്യമായിരുന്നു. രക്ഷിക്കുന്നവരെ സംരക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കേണ്ടത് ആവശ്യമായിരുന്നു. രക്ഷിക്കപ്പെടുന്നവരിന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവർക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ തെറ്റുകൂടാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥം എഴുതിയവർക്ക് നൽകേണ്ടത് ആവശ്യമായിരുന്നു. രക്ഷിക്കുന്നവരെ ഒറ്റയ്ക്ക് വിടാതെ കർത്താവിന്റെ സഭയിൽ അവരെ അംഗങ്ങളാക്കി വെക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവം രക്ഷിക്കുന്നവരെ ഈ ലോകത്തിൽ ഇട്ടേച്ചു പോകാനുള്ള വിനയോ സ്വർഗത്തിൽ അവർക്ക് ഒരു ഭവനം പണിയുവാനായിട്ട് കർത്താവ് പോയി. ആ ഭവനത്തിന്റെ പൂർത്തീകരണം കഴിഞ്ഞാൽ കർത്താവ് വീണ്ടും വന്ന് അവരെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോകുമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വിലയേറിയ സത്യങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത്? യേശു ക്രിസ്തു പാപിയെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. നിങ്ങളും ഞാനും പാപിയാണെങ്കിൽ നമ്മെ രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു വന്നത്. എൻ്റെ 8-ാമത്തെ വയസ്സിൽ ഞാനൊരു പാപിയാണ് എന്ന സന്ദേശം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു. എൻ്റെ ആ പ്രായത്തിൽ ചെയ്യാവുന്ന പാപങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാതെയും തെറ്റായ പ്രവൃത്തികൾ ആ പ്രായത്തിലേക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയും ഒക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ ബോധ്യപ്പെടുത്തുവാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല. പാപിയായി ഞാൻ മരിച്ചാൽ നിത്യനരകത്തിൽ പോകുമെന്നുള്ള യാഥാർത്ഥ്യം എന്നോട് ദേവദാസൻ പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ പിതാവിനെ ശിക്ഷിച്ചിരുന്നു. പാപിയായ എൻ്റെ പിതാവ് പാപിയായ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്നെ ശിക്ഷിച്ചുവെങ്കിൽ നീതിമാനായ ദൈവം പാപിയായ ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ എത്രയും ശിക്ഷിക്കും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുവാൻ ഒരു വൈമനസ്സും എനിക്കുണ്ടായില്ല. പാപത്തിന്റെ പരിഹാരമായി ഒരു മരണം ആവശ്യമാണെന്ന് പറഞ്ഞു. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല.
പാപിക്ക് പകരക്കാരനായിട്ട് പാപമില്ലാത്തതായിരിക്കുന്ന ഒരാൾ മരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരാളെ ലോകത്തിന്റെ ചരിത്രത്തിലുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു പാപി രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിൽ വന്നു. പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. ഇത് വലിയ യാഥാർത്ഥ്യമാണ്. ആ സുവിശേഷം ഞാൻ കേട്ടപ്പോൾ അന്ന് ഞാൻ യേശു രക്ഷിതാവായി സ്വീകരിച്ചു. എനിക്ക് 8 വയസ്സേ ഉള്ളൂ. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആ ദൈവത്തെ സ്നേഹിക്കുവാനും ആ രക്ഷ അനുഭവിക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകുന്നു. ഞാനിന്ന് വാർദ്ധക്യത്തിലാണ്, 53 വയസ്സുണ്ട്. ഏത് സമയവും മരണം വഴിയായി നീക്കപ്പെടുവാനുള്ള സാധ്യത എനിക്കുണ്ട്. എന്നാൽ എനിക്ക് ഭയമില്ല. കാരണം നിത്യത ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മരിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്നും നിത്യസ്വർഗം എനിക്ക് അവകാശമാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച എനിക്ക് നിത്യജീവനുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവനെ കൈക്കൊണ്ടവന് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. കാൺമീൻ നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യമുണ്ട്, പ്രത്യാശയുണ്ട്. എത്ര വലിയ സന്തോഷമാണ്! ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന ആ ചരിത്ര യാഥാർത്ഥ്യം എനിക്ക് അംഗീകരിക്കുവാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. കാരണം അത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ഞാനൊരു പാപിയായതുകൊണ്ട് എന്നെ രക്ഷിക്കുവാനാണ് വന്നത് എന്നത് മനസ്സിലാക്കുവാൻ എനിക്ക് പ്രയാസം ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങളെ രക്ഷിക്കുവാൻ വന്ന ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കയില്ലേ? നിങ്ങൾ രക്ഷിക്കുവാനാണ് അവൻ വന്നത്. നിങ്ങൾ അവനിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച് നിങ്ങളെ ദൈവമക്കളാക്കി തീർക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു ജനസമൂഹം ഈ ലോകത്തുണ്ട്. ഏത് നിമിഷവും കർത്താവ് വരും. എന്നാൽ കർത്താവ് വരുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരായി കാണുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് രക്ഷ ദാനമായി നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആ രക്ഷ നിങ്ങൾ ദാനമായി സ്വീകരിക്കണം. ദൈവം തരുന്ന രക്ഷ സ്വീകരിക്കണം. നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരിക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പുനഃനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.